നമസ്കാരം. വയനാട് പ്രളയസ്ഥലത്ത് മരണത്തെ മുഖാമുഖം നേരിട്ട് കണ്ട ജനത രാഹുലും പ്രിയങ്കയും അടങ്ങുന്ന വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തി പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു. ദയവായി കാലിൽ ചെളി പറ്റാതെ നിങ്ങൾ നടത്തുന്ന ഈ VIP പര്യടനമുണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണം. ദയവായി നിങ്ങൾ ഇവിടേക്ക് കടന്നു വരരുത്. ഞങ്ങൾക്ക് MLA-യും MPയെയും ഒന്നും ഈ അവസരത്തിൽ ഈ ദുരന്തമുഖത്ത് ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാം. നിങ്ങൾ ദയവായി ഇവിടെ വരരുത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ പോലും അവർ സഹായഹസ്തവുമായിട്ടാണ് വന്നതെങ്കിൽ ഈ രാഹുലിനോടും പ്രിയങ്കയോടും ഇത്തരത്തിൽ പറയുവാൻ വേണ്ടിയിട്ട് കാരണമായത് എന്ത് കാരണത്താലാണ് അവരെ ഇത്തരത്തിൽ പറയുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്? ഇത് അരിയാഹാരം കഴിക്കുന്ന സാമാന്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ആ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അയാൾ പറയുന്നു, കാലിൽ ചെളി പറ്റാതെയുള്ള നിങ്ങളുടെ ഈ VIP പര്യടനമുണ്ടല്ലോ, അത് ഞങ്ങൾക്കിനി ആവശ്യമില്ല. ഈ പാലം നിർമ്മിച്ച് പാലത്തിലേക്ക് നടന്നു ചെല്ലുന്ന രക്ഷാപ്രവർത്തകരോട് പറയുകയാണ് പാലത്തിൽ VIP ഉണ്ട് എന്ന്. അയാൾ ചോദിക്കുകയാണ്, പാലം നിർമ്മിച്ചത് VIPകൾക്ക് വേണ്ടിയിട്ടാണോ? ഈ പാലം അതിനു വേണ്ടിയിട്ടാണോ നിർമ്മിച്ചത് എന്ന് ചോദിക്കുന്നു. തങ്ങളുടെ സർവ്വതും നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇവർ നടത്തിയ ആ പര്യടനം, ആ മനുഷ്യ സമൂഹത്തെ അയാൾ പറയുന്നുണ്ട്, ഞാൻ വോട്ട് ചെയ്ത വിജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്, എൻ്റെ പാർട്ടിയാണ്, ഞാൻ ഇവർക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ട്, ഞങ്ങളുടെ നാട്ടുകാർ വോട്ട് ചെയ്തിട്ടാണ് ഇവർ ജയിച്ചത്. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കിപ്പോൾ ഇവരെ ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പറയണമെങ്കിൽ, ആ മനുഷ്യ സമൂഹം പറയണമെങ്കിൽ, അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് നിശ്ചയം ഈ സംഭവ സ്ഥലം ഒരു ടൂറിസ്റ്റ് സങ്കേതത്തെ സന്ദർശിച്ചതുപോലെ ഒരു ടൂർ പോയ ആ ലാഘവത്തോടു കൂടിയിട്ട് ആ സ്ഥലം സന്ദർശിച്ച രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഒക്കെ ബോഡി ലാംഗ്വേജും അവരുടെ ആ സന്ദർശന രീതിയും ഒക്കെ തന്നെയാണ് ആ മനുഷ്യ സമൂഹത്തെ ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. അവർക്ക് ജീവനുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ആ മണ്ണിൻ്റെ അടിയിൽ ഇനിയും കണ്ടെത്താതെ കിടക്കുന്നുണ്ട് എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് രാഹുൽ അടുത്ത കോൺഗ്രസിന്റെ, അടുത്ത ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്കയുടെയും കൈപിടിച്ചുകൊണ്ട് ആദ്യ സ്ഥാനാർത്ഥി പര്യടനം പോലെ ആ ദുരന്ത ഭൂമിയിലേക്ക് നടന്നു ചെന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ആ ദുരന്തം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം തന്നെയാണ് ആ രാഹുലിന്റെ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തി ഇത്രയും പറയുവാൻ വേണ്ടിയിട്ട് ആ മനുഷ്യ സമൂഹത്തെ പ്രേരിപ്പിച്ചത്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമായിട്ട് മനസ്സിലാകും, ഇത് രാഹുൽ നടത്തിയ ഈ ഒരു പ്രഹസനം എന്ന് പറയുന്നത് ഉള്ളിന്റെ ആത്മാർത്ഥതയിൽ നിന്നല്ല, മറിച്ച് ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ്, രാഷ്ട്രീയ നാടകമാണ് എന്ന്. സിദ്ദിഖിന്റെയും കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള MLA സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആൾക്കാർ നേതൃത്വം കൊടുത്ത് രാഹുലിനെയും സഹോദരി പ്രിയങ്കയും ഒക്കെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ആ വളരെ വിവാദപരമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടും സംസാര രീതി കൊണ്ടും ഉപയോഗിച്ച ഭാഷാ ശുദ്ധി കൊണ്ടുമൊക്കെ നാട്ടുകാരെ ആകെ പരിഹസിക്കുന്ന ഒരു പ്രസംഗത്തിലൂടെയൊക്കെ വളരെ വിവാദമായിട്ടുള്ള സ്ഥാനം പിടിച്ചു പറ്റിയ രാഹുൽ ഈ ദുരന്ത ഭൂമിയിൽ കൂടി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകവുമായിട്ട് കടന്നു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ നാടിൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരു പദവും അലങ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത അങ്ങേക്കില്ല എന്ന് വീണ്ടും വീണ്ടും അങ്ങ് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ നിമിഷങ്ങളിലൂടെയാണ് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് അങ്ങയുടെ പ്രവർത്തനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് രാഹുലിനോട് പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് യാതൊരുവിധ സങ്കോചവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ ദുരന്തമുഖത്തിലേക്ക് അടുത്ത വയനാടിന്റെ സ്ഥാനാർത്ഥിയുടെ കൈപിടിച്ചു വന്ന രാഹുൽ എന്ന് പറയുന്ന ആ കോൺഗ്രസ് നേതാവിന് ഈ നാടിനോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ട് എങ്കിൽ ആ നാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ വന്നില്ലെങ്കിൽ കൂടി
കോൺഗ്രസിന്റെ ആസ്ഥാനത്തിലിരുന്നു കൊണ്ട് ആ ഒരു പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചാൽ കൂടി ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ മനസാന്നിധ്യമുള്ള വയനാട്ടിന്റെ ജനതയുടെ മുന്നിൽ ഒരു ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടി എന്ന വണ്ണം 2019 ചുരം കയറി വന്ന മഹാദുരന്തമായിട്ടുള്ള ഈ രാഹുൽ ഇപ്പോ ഈ ദുരന്ത ഭൂമിയിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളുടെ മുഖത്തേക്ക് ഒരാട്ടാട്ടുന്ന തരത്തിലേക്ക്, അവരെ തീർത്തും പരിഹസിക്കുന്ന തരത്തിലേക്ക്, അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട അവരുടെ ശവശരീരങ്ങൾക്ക് വേണ്ടി തിരയുന്ന ദുരന്ത ഭൂമിയിൽ പോലും രാഷ്ട്രീയ നാടകം നടത്തിയ രാഹുലിനെ നമുക്ക് വിമർശിക്കാത്ത തരമില്ല. നന്ദി, നമസ്തേ.